കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യെശയ്യാ പ്രവചനം 44 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ദൈവം തന്റെ ജനത്തിനു വേണ്ടി അസാധാരണമായ പ്രവൃത്തികളെ ചെയ്യും എന്ന് ദൈവം അവിടെ ഉറപ്പ് നൽകുകയാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം: ദാഹിച്ചിരിക്കുന്ന ഇടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ തന്റെ ജനത്തിനു വേണ്ടി ദൈവം വെളിപ്പെടുത്തും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, നീ ദാഹിച്ചിരിക്കുന്ന ഇടത്ത് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മരുഭൂമിയിലെ യാത്രക്കാരനെ സംബന്ധിച്ചോളം അവന് വെള്ളം ആവശ്യമാണ്. ദാഹിച്ചിരിക്കുന്ന വെള്ളം ആവശ്യമാണ്. എന്നാൽ മരുഭൂമിയിലെ യാത്രയിൽ എപ്പോഴും വെള്ളം ലഭിക്കുന്നില്ല. വെള്ളമുള്ള ഇടം വളരെ കുറവാണ്. അതിന് ഒരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ സാറയുടെ ദാസിയായിരുന്ന ഹാഗറും ഇസ്മയേലും മരുഭൂമിയിൽ വെള്ളത്തിനായി കേഴുകയാണ്. അവിടെ കൈവശം വെള്ളം തീർന്നുപോയി. അവർ അവിടെ നിലവിളിക്കുകയാണ്. പക്ഷേ നിലവിളി കേൾക്കുവാൻ ആരുമില്ല. ദാഹം കൊണ്ട് വലയുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഹാഗാർ നോക്കുമ്പോൾ തന്റെ മകൻ ഈ ദാഹത്താൽ പിടഞ്ഞു മരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അവൾ നിലവിളിക്കുകയാണ്. നിലവിളി കേട്ടവനായ ദൈവം ഹാഗാറിനോട് പറയുന്നു, ദൈവം അവിടെ കണ്ണു തുറന്നു. ദൈവം അവിടെ ഒരു ഉറവ തുറന്നു. ദാഹിച്ച് ഇരുന്ന ഇടത്ത് തന്നെ, അവർ കരഞ്ഞ ഇടത്ത് തന്നെ, അവർ നിലവിളിച്ച ഇടത്ത് തന്നെ ദൈവം അവർക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു. ആ ഉറവ കാണുവാൻ ദൈവം അവിടെ കണ്ണിനെ തുറന്നു എന്നുള്ളതാണ്. ഇതെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഉറവയെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതെ, യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിന്റെ 5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഏതാണ്ട് 38 വർഷക്കാലം സൗഖ്യത്തിനു വേണ്ടി ദാഹിച്ച് കിടന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവന്റെ ദാഹത്തെ തീർക്കുവാൻ, അവനെ സഹായിക്കുവാൻ, അവനെ ആ കുളത്തിലിറക്കുവാൻ ആരുമില്ല. 38 വർഷമായി ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. സൗഖ്യം ലഭിക്കുവാൻ ദാഹത്തോടെ കിടക്കുകയാണ്. അവൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ശ്രമം പരാജയത്തിലേക്ക് മാറുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ശ്രമം പരാജയത്തിലേക്ക് മാറുന്നു. എത്രയോ വർഷങ്ങളായി പലതിനു വേണ്ടി നീ ദാഹിച്ചിരിക്കുന്നു, നീ ആഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നിന്റെ വരണ്ട അനുഭവങ്ങളെ മാറ്റുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് യേശു ചെല്ലുകയാണ്. യേശു ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം, ദാഹിക്കുന്നവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നവനായ യേശു, ആവശ്യക്കാരന്റെ അടുക്കലേക്ക് കടന്നു വരുന്നവനായ യേശു, ആരും വരുവാൻ മടിക്കുന്ന മേഖലകളിലേക്ക് കടന്നു വരുന്നവനായ യേശു, യേശു ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? അവൻ പറയുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ യേശുവോട് പറയുകയാണ്,
നിന്റെ കിടക്കയെടുത്ത് നടക്കുക. അവൻ സൗഖ്യം പ്രാപിച്ചവനായി എഴുന്നേറ്റ് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, ആ ആവശ്യക്കാരന്റെ അടുക്കലേക്ക് യേശു ചെല്ലുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ എന്താണ്? നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. എന്നാൽ നിനക്ക് ദാഹമുണ്ടോ? സൗഖ്യത്തിനായ ഒരു ദാഹമുണ്ടോ? ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരു ദാഹമുണ്ടോ? ദാഹമുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ളതാണ്. നീ ഒറ്റപ്പെട്ട് കിടക്കുന്നവനാണെങ്കിൽ കൂട്ടിനായി വരുന്ന യേശുവുണ്ട്. നീ താഴ്ത്തപ്പെടുമ്പോൾ നിന്നെ ഉയർത്തുന്ന യേശുവുണ്ട്. എല്ലാവരും നിന്നെ കൈവിടുമ്പോൾ നിന്റെ കൈക്ക് പിടിക്കുന്ന യേശുവുണ്ട്. നീ ഭാരപ്പെടുമ്പോൾ നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന യേശുവുണ്ട്. നീ രോഗിയാകുമ്പോൾ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്. അവൻ കരുതുന്നവനാണ്, അവൻ സഹായിക്കുന്നവനാണ്. ഒരിക്കൽ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവരെല്ലാം അവന്റെ ദാഹത്തെ തീർക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. നിന്റെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. 63-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, വെള്ളമില്ലാതെ ഉണങ്ങിയവരുടെ ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങിയവരുടെ ദേശത്ത് ദാവീദിന്റെ ഉള്ളം ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അതേ പ്രിയരെ, നിനക്കൊരു ദാഹമുണ്ടോ? നിനക്ക് ആവശ്യമുണ്ടോ? നിനക്ക് ഭാരമുണ്ടോ? നിനക്ക് കണ്ണുനീരുണ്ടോ? അതിനെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരത്ഭുതങ്ങളെ ചെയ്യുവാൻ, വരണ്ട മേഖലകളുടെ മേൽ മഴയെ പെയ്ക്കുവാൻ, പുത്തനുറവയെ തുറക്കുവാൻ ദൈവം സർവശക്തനാണ്. അവന്റെ കരങ്ങളിൽ പൂർണ്ണമായി നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? അവന്റെ അത്ഭുതങ്ങൾ നീ കാണാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞുള്ള ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ കണ്ടനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം തന്റെ ജനത്തിന് കൃപ കൊടുക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന മേഖലകളിലെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുത്താട്ട് പുതിയ ഉറവയെ തുറന്നവരെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃസൂഷയിൽ പാസ്റ്റർ കെ. സാം.